Hello dear students, all of you welcome. Today we are discussing one examination question which was asked for MCom degree examination of Calicut University in March 2020. Okay, that was a short essay question, a paragraph question. The question is here: Mr. Pradeep has received the following incomes during the previous year. Salary which is computed, you don't again want to compute it. The computed amount it is given, rupees 3,80,000. Rent from house property 80,000. Municipal tax paid 10,000. Repairs paid 10,000. Fire insurance premium on house property 3,000. Long-term capital gain 1 lakh. Dividend from an Indian company, gross amount of dividend received from an Indian company rupees 10,000. So these are the details. You are required to compute the gross total income of Mr. Pradeep. Okay. So what is meant by gross total income? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ ഇൻകം കമ്പ്യൂട്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് ബിഫോർ മേക്കിംഗ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U. ഇപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C to 80U ഡിഡക്ഷൻസ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. അതൊക്കെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഈ ഡിഡക്ഷൻസ് 80C to 80U ഡിഡക്ഷൻസ് കുറയ്ക്കുന്നതിന് മുന്നേ ഉള്ള ഇൻകമാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ അത് നമ്മൾ എങ്ങനെ അറൈവ് ചെയ്യുക? യു നോ ദാറ്റ് ദർ ആർ 5 ഹെഡ്സ് ഓഫ് ഇൻകം. ഇൻകം ഫ്രം സാലറീസ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെഡ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് 4 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. അതിൻ്റെ അകത്ത് ഒന്നിൽ ലോസ് ആണ്, ബാക്കി 3 നിങ്ങൾ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആണ് എങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു ഹൗസ് പ്രോപ്പർട്ടീൻ്റെ അകത്തുള്ള ലോസ് ബാക്കി 3 സോഴ്സസ് തന്നെ ഉണ്ട്. 3 ഹൗസ് പ്രോപ്പർട്ടി ഇൻകം വേറെ ഉണ്ട്, അതൊന്ന് സെറ്റ് ഓഫ് ചെയ്യണം. അതുപോലെ ഓരോ ഹെഡിലും അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞാൽ അസസബിൾ ഇൻകം അണ്ടർ ഈച്ച് ഹെഡ് കിട്ടും. ഇനി ഒരു ഹെഡിൻ്റെ അകത്തുള്ള ലോസ് വേറൊരു ഹെഡിൻ്റെ അകത്താണെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റ് ഓഫ് ചെയ്യണം ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് എന്താണ് ലോസസ് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയുണ്ടാവും. ദർ ആർ സർട്ടൻ പ്രൊവിഷൻസ് അല്ലെങ്കിൽ സർട്ടൻ എന്താണ് റൂൾസ് ഫോർ ദി സെറ്റ് ഓഫ് ലോസസ് ബാക്കി ഹെഡിൻ്റെ അകത്തുനിന്ന് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ. ആഫ്റ്റർ ദാറ്റ് ക്യാരി ഫോർവേഡ് ലോസസ്, അൺഅബ്സോർഡ് ഡിപ്രിസിയേഷൻ, അതിൻ്റെയൊക്കെ സെറ്റ് ഓഫ് ഒക്കെ കഴിഞ്ഞാൽ ഓരോ ഹെഡിൻ്റെ അകത്തും 5 ഹെഡിൻ്റെ അകത്തും ഇൻകം ഉണ്ടെങ്കിൽ ഈച്ച് ഹെഡിൻ്റെ അകത്ത് എന്തുണ്ടാവും? അസസബിൾ ഇൻകം ഉണ്ടാവും. അത് എഗ്രഗേറ്റ് ചെയ്താൽ, അത് ടോട്ടൽ ചെയ്താൽ കിട്ടുന്ന സമ്മാണ് ടോട്ടലാണെന്ത്? ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് സാലറി, ഇൻകം ഫ്രം സാലറി എന്നുള്ള ഹെഡിൽ ഇൻകം ഉണ്ട്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൻ്റെ അകത്ത് ഇൻകം ഉണ്ട്. ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദി ലാസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം, ഇൻകം ഫ്രം അതർ സോഴ്സസ്. സോ വി ആർ ഹാവിങ് 4 ഹെഡ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഇൻകംസ് അണ്ടർ 4 ഹെഡ്സ് ഓഫ് ഇൻകം. അതിൽ തന്നെ ഇൻകം ഫ്രം സാലറി വി ഡോണ്ട് വാണ്ട് ടു കമ്പ്യൂട്ട്. ഇൻകം ഫ്രം സാലറി ഇറ്റ് ഈസ് ഗിവൺ, ഇറ്റ്സ് കമ്പ്യൂട്ടഡ്, ഇറ്റ് ഈസ് ഗിവൺ, സോ വി വാണ്ട് ടു ടേക്ക് ഇറ്റ് ഓൺലി. ഇനി നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യണം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യാൻ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീൻ്റെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെക്റ്റഡ് റെൻറ്റ് ആൻഡ് ആക്ച്വൽ റെൻറ്റ് ടു ബി കമ്പയർഡ്. ഏറ്റവും ഹയസ്റ്റ് ഏതാണോ അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഇല്ല, ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഈസ് ഗിവൺ. റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടി 80,000 rupees. ആ 80,000 ആണെന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ. ഫ്രം ദ ഗ്രോസ് ആനുവൽ വാല്യൂ വി ഡിഡക്ട് മുനിസിപ്പൽ ടാക്സസ് ആൻഡ് അൺറിയലൈസ്ഡ് റെൻറ്റ് ഇല്ല, സോ വി ഡിഡക്ട് ഓൺലി മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 10,000. 70,000 കിട്ടി. അതാണെന്ത്? ആനുവൽ വാല്യൂ. ഫ്രം ദ ആനുവൽ വാല്യൂ വി ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 24. ഏതൊക്കെയാണ് ഡിഡക്ഷൻസ് ഉള്ളത്? ഒന്ന് 30% ഓഫ് ആനുവൽ വാല്യൂ, രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇല്ല, ആകെ 30% ഓഫ് ആനുവൽ വാല്യൂ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം ഈ ക്വസ്റ്റ്യനിൽ.
Capital gain, it is given long term capital gain, we don't want to compute it. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സസിലുള്ള ഡിവിഡൻറ്റും നമുക്ക് നോക്കാം. എന്താണ് അതിൻ്റെ ടാക്സേഷൻ ട്രീറ്റ്മെൻറ്റ്? ഡിവിഡൻറ്റ് റിസീവ്ഡ് ഫ്രം എ ഡൊമസ്റ്റിക് കമ്പനി. വാട്ട് ഈസ് ദ ടാക്സേഷൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് റിസീവ്ഡ് ഫ്രം എ ഡൊമസ്റ്റിക് കമ്പനി? അതാദ്യം നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനിലേക്ക് വരാം. സോ ആസ് പെർ സെക്ഷൻ 1034, the dividend in aggregate, if that is in excess of 10 lakhs, shall be chargeable to tax at 10% in case of all assessees resident in India except a domestic company. Means നിങ്ങൾക്ക് കിട്ടുന്ന ഡിവിഡൻറ്റ്, ഇന്ത്യൻ കമ്പനി തരുന്ന ഡിവിഡൻറ്റ് 10 ലക്ഷത്തിൽ കുറവാണ് എങ്കിൽ റെസിപ്പിയൻറ്റ് എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. സോ ഡിവിഡൻറ്റ് റിസീവ്ഡ് ഫ്രം എ ഡൊമസ്റ്റിക് കമ്പനി ഈസ് എക്സെംപ്റ്റഡ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ അസസ്മെൻറ്റ് ഇയർ, നമ്മുടെ പ്രീവിയസ് ഇയറിനെങ്കിലും ഡിവിഡൻറ്റ് റിസീവ്ഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി ഈസ് എക്സെംപ്റ്റഡ്. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നെക്സ്റ്റ് സെൻറ്റൻസ് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റിമൂവിങ് ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ആൻഡ് മൂവിങ് ടു ക്ലാസിക്കൽ സിസ്റ്റം ഓഫ് ടാക്സിങ് ഡിവിഡൻറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓർ യൂണിറ്റ് ഹോൾഡേഴ്സ് വിത്ത് ഇഫക്റ്റ് ഫ്രം 1st April 2020. നമ്മുടെ പ്രീവിയസ് ഇയർ എന്താണ്? പ്രീവിയസ് ഇയർ ഈസ് 1920 എന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് ഇയർ എൻഡ് ചെയ്യുന്നത് 31st March 2020ക്കാണ് അല്ലേ? അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ എൻഡ് ചെയ്യുന്നവരെ ഈ പ്രൊവിഷൻ ഇല്ല. അത് കഴിഞ്ഞിട്ടുള്ള പ്രീവിയസ് ഇയറിന്, അതായത് ഇനി വരാൻ പോകുന്ന അസസ്മെൻറ്റ് ഇയറിനാണ് ഈ പ്രൊവിഷൻ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നോർമലി ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കമ്പനീസ് ആർ റിക്വയർഡ് ടു പേ ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്. സെക്ഷൻ 115O എന്ന് പറയുന്നതൊക്കെ അതാണ്. അപ്പോൾ കമ്പനീസ് ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് റിക്വയർഡ് ടു പേ ടാക്സ് ഓൺ ദ ഡിവിഡൻറ്റ്. ആസ് എന്താ റീസൺ? കമ്പനി ഓൾറെഡി പെയ്ഡ് ടാക്സ് ഓൺ സച്ച് ഡിവിഡൻറ്റ്. അപ്പോൾ ആ പ്രൊവിഷൻ ഇനി കമ്പനീസിൻ്റെ അടുത്തുനിന്ന് മാറ്റിയിട്ട് ദ ഡിവിഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഈസ് റിമൂവ്ഡ് ആൻഡ് the taxation burden liability is shifted to the shareholders from 1st April 2020 onwards. അപ്പോൾ നമുക്ക് കിട്ടും നമ്മളുടെ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ നമ്മളുടെ ഇൻകംസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രീവിയസ് ഇയറിലുള്ള മാത്രമേ ഇപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യേണ്ടതുള്ളൂ. സോ ഫോർ അവർ പ്രീവിയസ് ഇയർ, ഫോർ അവർ അസസ്മെൻറ്റ് ഇയർ, ഡിവിഡൻറ്റ് റിസീവ്ഡ് ഫ്രം എ ഡൊമസ്റ്റിക് കമ്പനി ഈസ് എക്സെംപ്റ്റഡ്, റൈറ്റ്? അപ്പോൾ അവിടെ നമ്മുടെ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൺലി 10,000 rupees. സോ ദാറ്റ് ഈസ് എക്സെംപ്റ്റഡ്. നൗ വി മൂവ് ടു ദി സൊല്യൂഷൻ. ഇൻകം ഫ്രം സാലറീസ് 3,80,000, ദാറ്റ് ഈസ് കമ്പ്യൂട്ടഡ് സ്ട്രേറ്റ് അവേ ഗിവൺ. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതും. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ദാറ്റ് വി കമ്പ്യൂട്ടഡ് നൗ, ദാറ്റ് ഈസ് 49,000. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഈസ് ₹1 lakh. ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഡിവിഡൻറ്റ് is exempted under section 1034 of the Income Tax Act. Okay, so while adding all these heads of income, the total amount is ₹5,29,000. That is the gross total income of Mr. Pradeep. So that is the answer. Hope it is clear to you. Okay, it's enough.